വെളിപാട് 11-ാം അധ്യായം. ദണ്ടുപോലുള്ള ഒരു മുഴക്കോൽ എനിക്ക് നൽകപ്പെട്ടു. എന്നോട് പറഞ്ഞു, നീ എഴുന്നേറ്റ് ദൈവത്തിൻ്റെ ആലയത്തെയും ബലിപീഠത്തെയും അവിടെ ആരാധിക്കുന്നവരെയും അളക്കുക. ദേവാലയത്തിൻ്റെ പുറംമുറ്റം ഒഴിച്ചിടുക. അത് അളക്കേണ്ട, കാരണം അത് ജനതകൾക്ക് നൽകപ്പെട്ടതാണ്. 42 മാസം അവർ വിശുദ്ധ നഗരം ചവിട്ടിമതിക്കും. ചാക്കുടുത്ത് 1260 ദിവസം പ്രവചിക്കാൻ ഞാൻ എൻ്റെ 2 സാക്ഷികളെ ചുമതലപ്പെടുത്തും. അവർ ഭൂമിയുടെ നാഥൻ്റെ മുമ്പിൽ നിൽക്കുന്ന 2 ഒലിവ് മരങ്ങളും 2 ദീപപീഠങ്ങളുമാണ്. ആരെങ്കിലും അവരെ ഉപദ്രവിക്കാൻ ആഗ്രഹിച്ചാൽ അവരുടെ വായിൽ നിന്ന് അഗ്നി പുറപ്പെട്ട് ശത്രുക്കളെ വിഴുങ്ങിക്കളയും. അവരെ ഉപദ്രവിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇങ്ങനെ കൊല്ലപ്പെടണം. തങ്ങളുടെ പ്രവചന ദിവസങ്ങളിൽ മഴ പെയ്യാതിരിക്കാൻ വേണ്ടി ആകാശം അടയ്ക്കാനുള്ള അധികാരം അവർക്കുണ്ട്. ആഗ്രഹിക്കുമ്പോഴൊക്കെ ജലാശയങ്ങൾ രക്തമാക്കി മാറ്റാനും സകല മഹാമാരികളും കൊണ്ട് ഭൂമിയെ പ്രഹരിക്കാനും അവർക്കധികാരമുണ്ട്. അവർ തങ്ങളുടെ സാക്ഷ്യം നിറവേറ്റിക്കഴിയുമ്പോൾ പാതാളത്തിൽ നിന്ന് കയറി വരുന്ന മൃഗം അവരോട് യുദ്ധം ചെയ്ത് അവരെ കീഴടക്കി കൊല്ലും. സോദോം എന്നും ഈജിപ്ത് എന്നും രൂപകാർത്ഥത്തിൽ വിളിക്കപ്പെടുന്ന മഹാനഗരത്തിൻ്റെ തെരുവിൽ അവരുടെ മൃതദേഹം കിടക്കും. അവിടെ വെച്ചാണ് അവരുടെ നാഥൻ ക്രൂശിക്കപ്പെട്ടത്. ജനങ്ങളിലും ഗോത്രങ്ങളിലും ഭാഷകളിലും ജനതകളിലും നിന്നുള്ളവർ 3.5 ദിവസം അവരുടെ മൃതദേഹങ്ങൾ നോക്കി നിൽക്കും. മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ അവർ അനുവദിക്കുകയില്ല. ഭൂമിയിൽ വസിക്കുന്നവർ അവരെക്കുറിച്ച് സന്തോഷിക്കും. ആഹ്ലാദിച്ചുകൊണ്ട് അവർ അന്യോന്യം സമ്മാനങ്ങൾ കൊടുക്കും. കാരണം ഇവരാണ് ഭൂമിയിൽ വസിക്കുന്നവർക്ക് പീഡനമായിരുന്ന 2 പ്രവാചകന്മാർ. 3.5 ദിവസത്തിന് ശേഷം ദൈവത്തിൽ നിന്നുള്ള ജീവാത്മാവ് അവരിൽ പ്രവേശിച്ചു. അവർ എഴുന്നേറ്റ് നിന്നു. അവരെ നോക്കി നിന്നവരെ വലിയ ഭയം ഗ്രസിച്ചു. സ്വർഗത്തിൽ നിന്ന് വലിയ ഒരു സ്വരം തങ്ങളോട് പറയുന്നത് അവർ കേട്ടു, ഇങ്ങോട്ട് കയറി വരുവിൻ. അപ്പോൾ ശത്രുക്കൾ നോക്കി നിൽക്കെ അവർ ഒരു മേഘത്തിൽ സ്വർഗത്തിലേക്ക് കയറി. ആ മണിക്കൂറിൽ വലിയ ഭൂകമ്പമുണ്ടായി. പട്ടണത്തിൻ്റെ 10-1 നിലം പതിച്ചു. ആ ഭൂകമ്പത്തിൽ മനുഷ്യരിൽ 7000 പേർ കൊല്ലപ്പെട്ടു. ശേഷിച്ചവർ ഭയാധീനരായി സ്വർഗസ്ഥനായ ദൈവത്തിന് മഹത്വം നൽകി. 2-ാമത്തെ ദുരിതം കടന്നുപോയി. ഇതാ 3-ാമത്തെ ദുരിതം വേഗം വരുന്നു. 7-ാമത്തെ ദൂതൻ കാഹളം മുഴക്കി. അപ്പോൾ സ്വർഗത്തിൽ ഇങ്ങനെ പറയുന്ന വലിയ സ്വരങ്ങളുണ്ടായി, ലോകരാജ്യം നമ്മുടെ കർത്താവിൻ്റേതും അവിടുത്തെ അഭിഷിക്തൻ്റേതും ആയിരിക്കുന്നു. അവിടുന്ന് എന്നും എന്നേക്കും ഭരിക്കും. അപ്പോൾ ദൈവസന്നിധിയിൽ സിംഹാസനങ്ങളിലിരിക്കുന്ന 24 ശ്രേഷ്ഠന്മാർ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആയിരുന്നവനും ആയിരിക്കുന്നവനും സർവശക്തനും ദൈവവുമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. എന്തെന്നാൽ അങ്ങ് വലിയ ശക്തി പ്രയോഗിക്കാനും ഭരിക്കാനും തുടങ്ങിയല്ലോ. ജനതകൾ രോഷാകുലരായി. അങ്ങയുടെ ക്രോധം സമാഗതമായി. മരിച്ചവരെ വിധിക്കാനും അങ്ങയുടെ ദാസരായ പ്രവാചകന്മാർക്കും വിശുദ്ധർക്കും അങ്ങയുടെ നാമം ഭയപ്പെടുന്ന ചെറിയവർക്കും വലിയവർക്കും പ്രതിഫലം നൽകാനും ഭൂമിയെ നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുമുള്ള സമയം സമാഗതമായി. അപ്പോൾ സ്വർഗത്തിൽ ദൈവത്തിൻ്റെ ആലയം തുറക്കപ്പെട്ടു. അതിൽ അവിടുത്തെ ഉടമ്പടിയുടെ പേടകം കാണപ്പെട്ടു. മിന്നൽ പിണരുകളും ശബ്ദങ്ങളും ഇടിമുഴക്കങ്ങളും ഭൂകമ്പവും വലിയ കൽമഴയുമുണ്ടായി.